അസ്സലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ വോയിസ് കേട്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നില്ല. കാരണം ഞാൻ കുറച്ച് ഒരു പനിക്കോളൊക്കെ വന്നു പോയതാണ്. മേലും കൈയും വേദനയും അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ. ഈ കേക്കിൻ്റെ ഓർഡർ എന്ന് പറയുമ്പം ഇത് നേരത്തെ തന്നതാണ്, അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ഹെന്നമോളുടെ ഇൻസ്റ്റാഗ്രാമിൽ പസൂരി എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ മില്യൺ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് സലിംക്കയുടെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കൊരു പിക്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പിയോന കേക്കാണ് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കിലോൻ്റെ കേക്കാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 kg എന്ന് പറയുമ്പം 8 ഇഞ്ചിൻ്റെ 2 പാനിൽ ഒരേ സമയം 2 kg ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. ഇത് ഫ്ലേവർ വന്നിട്ട് കുൽഫി കേക്കാണ് കേട്ടോ. അപ്പോൾ കുൽഫി കേക്കിൻ്റെ റെസിപ്പി വീഡിയോ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 3 ലെയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ സത്യത്തിൽ സന്തോഷമായിരുന്നു കേട്ടോ. കാരണം വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ നഷ്ടം എന്ന് പറഞ്ഞ പോലെ ഇനി ഇങ്ങനത്തെ ഒരു ഓർഡർ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ കാണുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല, നമ്മൾ കുറച്ചധികം ടൈം എടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ കേക്ക് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ചെറിയ പീസാണ് കേട്ടോ, ബാക്കി കുറച്ച് വലിയ പീസ് നമുക്ക് ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു പിയാനോ വായിക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ കേക്കും 2 ലെയറായിട്ടാണ്. 3 ലെയർ വെക്കുമ്പോൾ കുറച്ചും കൂടെ അധികം നല്ല ഹൈറ്റിൽ അങ്ങ് പോകും. അപ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാ കേക്കും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 kgയുടെ റൗണ്ട് ബേസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ക്രീം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് വെക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം, നോർമലി ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ കേക്ക് വെച്ച് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് അങ്ങോട്ട് ബാക്കിലോട്ട് തള്ളിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. നമുക്ക് ഫ്രണ്ടിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ചധികം സ്പേസ് വേണം. അതുകൊണ്ടാണ് ഇത്രയും വലിയ കേക്ക് ബോർഡ് എടുത്തിട്ടുള്ളത്. ഇനി വന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പിന് പകരം നമുക്ക് ഇതിൽ മിൽക്ക് മെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ പഞ്ചസാര യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എനിക്ക് കേക്കിൻ്റെ ഓർഡർ തരുമ്പം അവർക്ക് യാതൊരു കണ്ടീഷനും ഉണ്ടായിരുന്നില്ല. കേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കണം, അതുപോലെ കഴിച്ചിട്ട് നല്ല ഗുഡായിരിക്കണം, ഗുഡ് അഭിപ്രായം കിട്ടണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കൂടാതെ അവിടെ വേറെ കേക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നാക്കി ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാനിപ്പോൾ ക്രീമെല്ലാം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെമഡിയാണ് ഉണ്ടാക്കുന്നത്, കുൽഫിയാണ്. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഒന്നും അവർ പറയാത്തതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടത്തിനാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം നമ്മളെ കയ്യിൽ കിട്ടുകയെന്ന് വയ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ കുൽഫി. പിന്നെ ഫ്രൂട്ടിൽ പറയുമ്പോൾ ഞാൻ പൈനാപ്പിൾ പറയുമെങ്കിലും ഈ ഒരു ഇതിൽ അതുപോലെ ട്രെസ്ലെച്ചസ് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിലാണ് ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ ഒരു കേക്ക് ഞാൻ ഓവനിൽ ഒരേ ടൈമിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് പെട്ടെന്ന് വൈകിട്ടേക്ക് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരോട് ഞാൻ കുൽഫി പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു കേക്ക് എടുത്തിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ 1 kg ഇതിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ കുൽഫി കേക്ക് ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നല്ല സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആണെങ്കിൽ, അതുപോലെ ഫില്ലിങ്സ് ഒരുപാട് ഓവർ കൊടുത്തിട്ട് കേക്ക് തെന്നി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്ര കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ആ വരമ്പ് കെട്ടണ കാണിക്കാറുണ്ടല്ലോ, അതുപോലെ ഒന്ന് വരമ്പ് കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ലെയർ വെച്ച് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ലെവൽ ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം ഈ ഒരു കേക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ്, കുറച്ചധികം ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രം കോട്ടൊക്കെ എല്ലാം തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇതാ ക്രം കോട്ട് ഫസ്റ്റത്തെ കേക്കിൻ്റെത് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമ്മൾ അടുത്ത ലെയർ, ആ വലിയ ലെയർ ഉണ്ടല്ലോ, ആ ഒരു ലെയറാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നോർമൽ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും സെക്കൻഡ് ലെയർ, അതിൻ്റെ തന്നെ സെക്കൻഡ് ലെയർ എടുത്ത് വെക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ലെയർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ലെയർ കൊടുക്കുമ്പോഴും അത് നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ പാലറ്റ് നൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ കളർ മിക്സ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
മസ്റ്റായിട്ടും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം കേട്ടോ ലാസ്റ്റ് നമുക്ക് ഫൈനൽ കോട്ട് ഫിനിഷിങ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം പറയാൻ കാരണമുണ്ട്, കാരണം ഈ ഒരു കേക്ക് നല്ല സെറ്റായതിനു ശേഷം നമുക്ക് ഫൈനലായിട്ട് ഒരു നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഞാൻ സാധാരണ ഒന്നും അങ്ങനെ നമ്മളിങ്ങനെ പറയും ക്രീം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക എന്നൊക്കെ, പക്ഷേ ഞാൻ നോർമലി കേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടാട്ടോ എടുത്ത് വെക്കാറുള്ളൂ. അപ്പോൾ ഇതാ സെക്കൻഡ് നമ്മൾ ആ ഒരു ടയറും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് ഇതുപോലെ കേട്ടോ വെച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുകളിലത്തെ ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ചെറുതായിട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു, കാരണം നമുക്ക് ആ പിയാനോ വരക്കാനുള്ള ക്രീം എല്ലാം ചെയ്ത് വരുമ്പം ആ പിയാനോ വരക്കാനുള്ളൊരു സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതാ ഈ ഒരു കുഞ്ഞു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും മുകളിലത്തെ ടോപ്പിലത്തെ കേക്ക് മുതൽ ഞാനിതിൽ 3 സ്ട്രോ താഴേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതാ കേക്ക് വീണ്ടും പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു 2 സ്റ്റെപ്പ് ഞാൻ വൈറ്റ് കളറിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു നോസിലിട്ടിട്ട്, നിങ്ങൾക്ക് ഏത് നോസിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നോസിലിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വൃത്തി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അവിടെ മാത്രം കേട്ടോ ഞാൻ വൈറ്റ് പോർഷൻ കൊടുക്കുന്നത്. എന്നിട്ട് കുഞ്ഞു പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംഭവം. അപ്പോൾ കുറച്ച് അധികം സമയം എടുത്തിട്ട് തന്നെ നിങ്ങളത് നന്നായിട്ട് ലെവൽ ചെയ്ത് ക്ലിയർ ആക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഇതിൽ ഫിനിഷിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതവിടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ ഇനി വേറെ കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് മാജിക് കളേഴ്സിലെ ബ്ലൂവും അതുപോലെ തന്നെ ലീഫ് ഗ്രീൻ ഉണ്ടല്ലോ, ആ 2 കളറും കൂടി ചെറിയ ഡ്രോപ്സ് മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഞാനിതും ഒരു നോസിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരുപാട് നേരം ഫിനിഷിങ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷനൊക്കെ ബാക്കിൽ കൊടുക്കുക കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോസ് അതായിരുന്നു, പക്ഷേ ഞാൻ ഈ ഒരു ലെവലിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ മുകളിലുള്ള ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഞാൻ ചെറിയ ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാതെ നമുക്ക് അവിടെ ഒരുപാട് ഫിനിഷിങ് ആക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഇനി ഇതിൽ ബസൂക്ക പിങ്ക് ആ ഒരു കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു അത്രയ്ക്ക് വൃത്തിയായിട്ട് കാണില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ പിയാനോൻ്റെ ബട്ടണൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഫോണ്ടൻറ്റിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഫോണ്ടൻറ്റിൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ചെയ്യാം, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ഇതായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ടോ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബാർബി ഡോളിനെ ഇതിൽ ഇരുത്താണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കിലാണ് കൂടുതൽ ഡെക്കറേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ബാർബി ഡോളിൻ്റെ ഡെക്കറേഷനൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോൾ കേക്കിൻ്റെ. അപ്പോൾ ആദ്യം ബാർബി ഡോളിൻ്റെ ആ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇരുത്തിയതിന് ശേഷം കേട്ടോ ഞാൻ ബാക്കിലുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഡോൾ കിട്ടുമ്പോൾ നല്ല ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് നല്ല ബ്യൂട്ടീഷ്യനെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കേക്കിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. മറ്റേത് ആ ക്രീമിലെല്ലാം ആ മുടി ടച്ച് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.